السلام عليك يا نور الصباح. لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അപ്പോൾ സ്വബറിന്റെ പാഠമാ പറയുന്നത്. ബാബു സ്വബർ 30-ാമത്തെ ഹദീസല്ലേ പറയണേ നിങ്ങളതില്? സുഹൈബിന് അല്ലേ, സുഹൈബിൻ റളിയല്ലാഹു അൻഹു അപ്പോ രാജാവിന്റെ കൊട്ടാരത്തില് സിഹിർ പണി ചെയ്തിരുന്ന ആൾക്ക് വാർദ്ധക്യമെത്തിയ സംഭവത്തെ കുറിച്ചാ പറഞ്ഞത്. അപ്പോ രാജാവിന്റെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കുട്ടി പഠിക്കാൻ പോകുന്ന വഴിയില് പുരോഹിതന്റെ അടുത്ത് കയറുകയും അവിടെ അല്പം ഇരിക്കുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായി കുട്ടിയെ വല്ലാതെ ആകർഷിക്കുന്നതായിരുന്നു പുരോഹിതന്റെ വർത്തമാനങ്ങളൊക്കെയും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് വഴിയിൽ ഒരു മൃഗം പ്രത്യക്ഷപ്പെട്ടു. ആ മൃഗം വഴി തടയുന്നു. ഞാൻ അതിന്റെ ചുരുക്കം പറയണത്. അപ്പൊ കുട്ടി അവിടെ നിന്ന് പറഞ്ഞു, ഒരു കല്ലെടുത്തിട്ട്, പടച്ചോനെ, പുരോഹിതന്റെ കാര്യമാണ് ഗുണം എങ്കിൽ, നിനക്കിഷ്ടമെങ്കിൽ ഈ മൃഗം ഞാൻ എറിയുമ്പോ ചാവുകയും ആളുകൾ നടന്നു പോവുകയും ചെയ്യണം. അതല്ല മറിച്ചാണെങ്കിൽ പിന്നെ വേണ്ടേനെന്ന്. കുട്ടിയുടെ ഒരു പരീക്ഷണം കൂടിയായിരുന്നു അത്. അങ്ങനെ മൃഗത്തെ എറിഞ്ഞു. മൃഗത്തിനെ ഏറിക്കൊണ്ടു. അതവിടെ വീഴുകയും ചെയ്തു. ആളുകളൊക്കെ നടന്നു പോവുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ ശേഷം ഒരുപാട് അത്ഭുത സിദ്ധികൾക്ക് വഴിയൊരുങ്ങി എന്നാണ്. അതിൽപ്പെട്ടതായിരുന്നു രാജാവിന്റെ കൂടെ ഇരിക്കുന്ന ആള്, കണ്ണു കാണാത്ത മനുഷ്യനാ. ഒരു ദിവസം കുട്ടിയെ സമീപിക്കുകയും കുട്ടിയോട് പറഞ്ഞു, നിങ്ങള് ആളുകളുടെ കണ്ണൊക്കെ കാഴ്ച കൊടുക്കാൻ തുടങ്ങി, രോഗമൊക്കെ മാറ്റാൻ തുടങ്ങി, വലിയ ഉയർന്ന സ്ഥാനത്തെത്തിയിട്ട് ഞാൻ കുറെ കാലമായിട്ട് കണ്ണ് കാണാത്ത മനുഷ്യനാണ്, എനിക്കെന്തെങ്കിലും ചെയ്തു തരുമോന്നാ. അപ്പൊ നിങ്ങൾ എനിക്ക് ശിഫയാക്കി തരുമോ, മാറ്റിത്തരുമോ എന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു, ഞാൻ ആർക്കും മാറ്റി കൊടുക്കുന്നില്ല. ഏക ഇലാഹിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ദ്വാരക്കും അപ്പശിഫയാകുമെന്നാണ്. രാജാവിന്റെ അടുത്ത് ഉപദേശം ചെയ്യാൻ ഇരുന്നിരുന്ന ആള് കുട്ടിയുടെ അരികിൽ വരികയും കാര്യങ്ങൾ പറയുകയും ചെയ്തതനുസരിച്ച് അയാൾ വിശ്വസിച്ചു. കുട്ടി ദ്വാരുന്നു. അയാൾ കാഴ്ച തിരിച്ചു കിട്ടി. രാജാവിന്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നപ്പോ ചോദിച്ചു, ഇന്നലെ വരെ നീ കണ്ണ് കാണാത്ത മനുഷ്യനല്ലേ, ഇന്നെങ്ങനെ എന്റെ കണ്ണ് കണ്ടത്? അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് കാഴ്ച തിരിച്ചു തന്നതാണ്. അപ്പൊ രാജാവ് കോപാകുലനായി ചോദിച്ചു, ഞാനല്ലാത്ത റബ്ബോ, എന്താണ് ഈ പറയുന്നത് എന്ന്. അപ്പോ അയാൾ പറഞ്ഞു, നീ എനിക്കും നിനക്കും റബ്ബ് വേറുണ്ട്. നിങ്ങൾ ഇവിടുത്തെ രാജാവ്, പടച്ചോനെ വേറെ ഉണ്ട് റബ്ബ്. അപ്പൊ അയാളെ പിടിച്ച് ശിക്ഷിച്ചു. അവസാനം അയാൾക്ക് ഈ വിവരം കിട്ടിയ ആളെയും അറിയിച്ചു. അങ്ങനെയാണ് കുട്ടിയിലേക്ക് എത്തിപ്പെട്ടത്. അതിന്റെ ഇടയിൽ സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ ചുരുക്കി പറഞ്ഞു പോന്നാണ്. അങ്ങനെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് രാജാവ് പറഞ്ഞു, മോനെ, വലിയ ഉയർന്ന സ്ഥാനത്തെത്തിപ്പോ നിന്റെ സിഹിർ പഠനം കൊണ്ട് ഇങ്ങനെ കണ്ണിന് കാഴ്ച കൊടുക്കൽ തുടങ്ങി, രോഗികൾക്ക് ശിഫ കൊടുക്കൽ തുടങ്ങിയില്ലേ ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ ആർക്കും ശിഫയാക്കുന്നില്ല, പടച്ചോനാണ് ശിഫയാക്കുന്നത് എന്ന്. അപ്പോ കുട്ടിയെ നേരിട്ട് ശിക്ഷിക്കാതെ ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാ പറഞ്ഞത്. അങ്ങനെ പർവ്വത മുകളിൽ കൊണ്ടുപോവാൻ പറയുകയും ആ പർവ്വത മുകളിൽ എത്തിയിട്ട് ആ വിശ്വാസത്തിൽ നിന്ന് മടങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുക. അഥവാ മടങ്ങിയ തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടുന്ന് മോളിൽ നിന്ന് താഴോട്ട് തള്ളിയിട്ടോണ്ട് എന്നാണ്. അങ്ങനെ പരിവാരങ്ങൾ കുട്ടിയുമായി പർവ്വത മുകളിൽ കയറിപ്പോയി അതിന്റെ ഏറ്റവും തിരുനെറ്റിയിൽ എത്തിയിട്ട് കുട്ടിയോട് ചോദിച്ചു. കുട്ടി പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നിന്ന് മടങ്ങുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ അവര് പറഞ്ഞു, താഴോട്ട് തള്ളിയിടാനാ ഓർഡർ എന്ന്. അപ്പൊ കുട്ടി പറഞ്ഞു, പടച്ചോനെ, ഇവരെ ശർറം നിന്നെ കാക്കണേ, അല്ലാഹു മക്ഫിനീഹിം ബിമാ ശിഅത. പടച്ചോനെ, നീ വിചാരിച്ചത് കൊണ്ട്
എന്നെ ഇവരെ തൊട്ട് തടയണേന്ന്. അപ്പൊ പർവ്വതം ഇങ്ങനെ കിടുകിട വിറക്കുകയും അവരൊക്കെ അതിൽ നിന്ന് താഴോട്ട് വീഴുകയും ചെയ്തു. കുട്ടി അനായാസം പ്രയാസമില്ലാതെ രാജാവിന്റെ അടുത്തേക്ക് വീണ്ടും നടന്നു. എന്നിട്ട് മറ്റൊരു സംഘത്തെ ഏൽപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഞാൻ സംഘം ആരായിരുന്നു എന്നാണ്. ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? അതാ ആ രാജാവിന്റെ അനുയായികളിൽ നിന്നുള്ള ഒരു സംഘത്തെ ഏൽപ്പിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? രാജാവ് പറഞ്ഞു ഇദ്ഹബൂ ബിഹി, ഈ കുട്ടിയുമായി നിങ്ങൾ പോയിക്കോളൂ. ഫഹ്മിലൂഹു ഫീ ഖുർഖൂരിൻ, അവനെ നിങ്ങൾ ഒരു ഖുർഖൂറിൽ കയറ്റിക്കോളൂ. ഖുർഖൂർ പറഞ്ഞാൽ നീളം കൂടിയ ഒരു തരം കപ്പലാണ്. സമുദ്രത്തിലൂടെ ആളുകളെ കൊണ്ടുപോകുന്ന, നമ്മൾ തോണി എന്നൊക്കെ പറഞ്ഞേ, ആ കപ്പലിൽ കയറ്റു. എന്നിട്ട് ഇവനുമായി നിങ്ങൾ സമുദ്രത്തിന്റെ മധ്യം തന്നെ ആഴക്കടലിലേക്ക് പോയിക്കോളൂ. എന്തിനാണ്? പിന്നെ കുട്ടികൾ കരയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. അവൻ ഉൾക്കൊണ്ട ദീനിൽ നിന്ന് അവൻ മടങ്ങുകയാണെങ്കിൽ, പിന്നൊന്നും പറയണ്ടല്ലോ, മടങ്ങുകയാണെങ്കിൽ ബാക്കി പറയേണ്ട ആവശ്യമില്ല എന്നാണ്. കൊണ്ടുവന്നോളൂ, തിരിച്ചു കൊണ്ടുവന്നോളൂ. ഇല്ല, ഇനിയും അവൻ മടങ്ങാൻ തയ്യാറായില്ല എന്ന് വെച്ചോളൂ. എന്നാൽ അവൻ ആ കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് അങ്ങോട്ട് എടുത്തിട്ടോളൂ. എന്നിട്ട് നിങ്ങൾ തിരിച്ച് പോന്നേക്കോ, അവൻ വെള്ളത്തിൽ കിടന്ന് മരിച്ചോട്ടെ എന്നാണ്. ആ പരിവാരങ്ങൾ ഈ കുട്ടിയുമായി കടലിലേക്ക് പോവുകയും അവിടത്തെ വിഷയമൊക്കെ അവതരിപ്പിച്ചപ്പോ കുട്ടി പറഞ്ഞു അല്ലാഹുമ്മ പടച്ചോനെ എന്നെ നീ തടുക്കേണമേ ഇവരിൽ നിന്ന് നീ ഉദ്ദേശിച്ചത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗം നീ കൊണ്ടുവരണേ എന്നാണ്. ഇവിടൊക്കെ നമുക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാണ്ട്. നമ്മളെ പടച്ചോനോടെ എവിടെ വെച്ച് വിളിച്ചാലും അവൻ കേൾക്കുമെന്നാണ്. ആത്മാർത്ഥമായിരിക്കണം എന്നർത്ഥം. നമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ടായിരിക്കണം. കുട്ടി എന്തെങ്കിലും പ്രത്യേകമായ ഒരു താല്പര്യത്തിന് ഉൾക്കൊണ്ടതൊന്നല്ലായിരുന്നു. മാത്രമല്ല അത് സത്യമാണെന്ന് ബോധ്യപ്പെടാനുള്ള വഴി ഒരുക്കുകയും ചെയ്തു. അത് ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയല്ലോ പറഞ്ഞല്ലോ. അപ്പൊ ആ ദുആക്കും ഉത്തരം കിട്ടി. എന്തുണ്ടായി എന്നാണ് പറഞ്ഞത്. കപ്പൽ അവരെ കൊണ്ട് പോയിരുന്ന കപ്പൽ അങ്ങോട്ട് പൊട്ടിച്ചിതറിപ്പോയി. അങ്ങോട്ട് ആടി ഉലഞ്ഞ് പൊട്ടിച്ചിതറിപ്പോയി. അവരൊക്കെ മുങ്ങി. ഒറ്റൊന്നിനും നീന്താ അറിയില്ല, എല്ലാവരും മുങ്ങി മരിച്ചു. കുട്ടിക്ക് അതിൽ നിന്ന് ഒരു കപ്പലിന്റെ പലക കഷ്ണം കിട്ടി. അയ്മ കയറി അതിങ്ങനെ കാറ്റിന് അലിഞ്ഞൊലിഞ്ഞു വന്ന് കരയിലെത്തി. കുട്ടി നടന്ന് കരയിലേക്ക് പോന്നു എന്ന്. മലിക്ക് പിറ്റേന്ന് കുട്ടി രാജാവിന്റെ മുമ്പിലേക്ക് തന്നെ തിരിച്ചു വന്നു. രാജാവ് ചോദിച്ചു, മാ പാല അസ്ഹാബുക, നിന്റെ കൂടെ പോന്നിരുന്നവരൊക്കെ എന്തുണ്ടായി എന്ന് ചോദിച്ചു. നിന്റെ കൂടെ പോന്ന ആളുകൾ എന്തുണ്ടായി? കുട്ടി പറഞ്ഞു, അല്ലാഹു അവരെ തൊട്ട് എന്നെ തടുത്തു എന്നാണ്. അപ്പോ രക്ഷപ്പെടാൻ കവചം ഒരുക്കി. മലിക്കി രാജാവിനോട് പറഞ്ഞു, എന്നാലേ ഇന്നൊരു കാര്യം കേട്ടോളൂ, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. നിങ്ങൾ അനുയായികൾ ജീവൻ പോവാനുള്ള പണി ഇങ്ങനെ എടുക്കണ്ട. അപ്പൊ പർവ്വതത്തിന്റെ മുകൾക്ക് ഒരു സംഘത്തെ പറഞ്ഞയച്ചു. അവറ്റങ്ങൾ മുഴുവായി വന്ന് ഉരുണ്ട് വീണ് ചത്തുപോയി. കപ്പലിൽ കടലിലേക്ക് പറഞ്ഞയച്ചു. അവറ്റങ്ങൾ ആ വെള്ളത്തിൽ മുങ്ങി ചത്തു എന്നല്ലാതെ ഒന്നും ഉണ്ടായില്ല. ഇങ്ങക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. എന്നെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നൊരു വഴിയുണ്ട്, അത് മാത്രം ചെയ്യണം. അപ്പോ പ്രത്യക്ഷത്തില് രാജാവിന്
ഈ കുട്ടിയാണ് ഇല്ലായ്മ ചെയ്യുക എന്ന് മാത്രമേ ആലോചന ഉണ്ടായുള്ളൂ. ആയിക്കോട്ടെ, എന്താ വിഷയം എന്നാ അതാ. അപ്പൊ കാലലിൽ മലിക്കി, കുട്ടി രാജാവിനോട് പറഞ്ഞു, ഇന്നക ലസ്ത ബിഖാതിലി, നീ ഒരിക്കലും, നിങ്ങൾ ഒരിക്കലും എന്നെ കൊല്ലാൻ കഴിയുകയില്ല. ഇന്നക ലസ്ത ബിഖാതിലി ഹത്താ തഫഅല മാ ആമുറുക ബിഹി, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതിനെ നിങ്ങൾ ചെയ്യുന്നത് വരെ, അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി കേട്ടാൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയുന്നതാണ്. അപ്പോ രാജാവിനാകെ മോഹന്തേ ഉള്ളൂ, കുട്ടിയണ്ടില്ലാതായ ദുഃഖാണ്ടില്ലാതായിക്കോളെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ പറയില്ലേ, എലിയെ പേടിച്ച് ഇല്ലം ചൂടുന്നു, അങ്ങനെയാണല്ലോ. അതാണ് കാലം മാഹുവ, എന്താണത് എന്നൊന്ന് പറയൂന്നാണ്. കാല, കുട്ടി പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങൾ ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തുക. ഒരു ഗ്രൗണ്ടിൽ, മരുഭൂമി എന്ന് പറഞ്ഞതാണ്, വിജനഭൂമിയിൽ നിങ്ങൾ ജനങ്ങളൊക്കെ സമ്മേളിപ്പിക്കുക. എന്നിട്ട് എന്നെ നിങ്ങൾ ഒരു ഈത്തപ്പന മരത്തിന്റെ മുകളിൽ കഴുകിൽ നാട്ടുക എന്ന് പറയുന്നത് അന്നത്തെ ശിക്ഷകളുടെ ഭാഗമാണ്. തെറ്റുകൾക്കനുസരിച്ചൊക്കെ അങ്ങനെയാണ്. ഇപ്പോ വ്യഭിചാരത്തിൽ എറിഞ്ഞു വന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്യണം. എന്നിട്ടെന്താവും, ആ മരത്തിന്റെ മുകളിൽ വെച്ചിട്ട് അങ്ങോട്ട് ഉയർത്തി കയറ്റും. എന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് കൊത്തി വലിച്ച് പലം തിന്നു തീർത്തു പോകുന്ന സ്വഭാവമുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ടോ എന്നെ ആ കഴുകിന്റെ മുകളിൽ കയറ്റിയിട്ട് എന്റെ അമ്പിന്റെ കുറ്റിയിൽ നിന്നൊരു അമ്പെടുക്ക. എന്റെ അമ്പ് ചെയ്യണ ഒരു സാധാരണ അമ്പുണ്ടോ, നമ്മളെ മലപ്പുറക്കാർക്ക് ഒരു കത്തി ഉണ്ടായിരുന്നു പണ്ട്, ഓർമ്മയില്ലേ? മലപ്പുറം കത്തി പറഞ്ഞിട്ടൊരു കത്തി, അതൊന്നും മൂർച്ചൊന്നും ഉണ്ടാവില്ല, അല്ല അതിനൊരു പേരായിരുന്നു അല്ലേ? പാരത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നിസ്കരിക്കുമ്പോ അരിയിൽ വെക്കാൻ പറ്റില്ല. അത് എന്താ കാരണം? മിക്കവാറും അതിന് മൃഗങ്ങളുടെ പിടിയുണ്ടാവും, കൊമ്പൗണ്ട് ഉണ്ടാക്കും. മാന്റെ കൊമ്പൗണ്ടൊക്കെയാണ്, മനസ്സിലായില്ലേ? മാന്റെ കൊമ്പൗണ്ടൊക്കെയാണെങ്കിൽ അറിയാം. അപ്പൊ എന്തായിരിക്കും? മൃഗത്തിന്റെ കൊമ്പല്ലേ? അപ്പൊ അത് ഒഴിവാക്കേണ്ടി വരും. അങ്ങനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതെങ്കിലും ആ സാധനം കാണാനില്ല കേട്ടോ, ഇപ്പൊ എവിടെയെങ്കിലൊക്കെ ചെന്നാണ്ടാവും. ഏതായാലും എന്റെ, അപ്പൊ അവർക്ക് അമ്പുണ്ട് കിടക്കലുണ്ട്. അറബികളെ സംബന്ധിച്ച് എപ്പോഴും വാളുണ്ടാവും, കണ്ടിട്ടില്ലേ? ഇവിടെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? ഒമാനിയാൾക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ. ഏത് വയസ്സന്മാരൊന്നും ഉണ്ടാവും, ആ വാളിങ്ങനെ വെച്ച് കെട്ടിക്കാണിങ്ങനെ വരുന്നുണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചിട്ടകളുണ്ട്. നാട്ടാചാരാണ്. അപ്പൊ കുട്ടി പറഞ്ഞു, എന്റെ അമ്പിന്റെ കുറ്റിയിൽ നിന്നൊരു അമ്പെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് അങ്ങോട്ട് അമ്പ് ചെയ്യാം. ബില്ലിന്റെ അക്കയിൽ അങ്ങോട്ട് വെക്കുക. തുമ്മക്കുൽ, പിന്നെ നിങ്ങൾ പറയണം, ആളുകളൊക്കെ മരുഭൂമിയിൽ നോക്കി നിൽക്കുകയാണ് ഈ പറയേണ്ടത്. എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞിട്ട് അമ്പ് വെക്കണം എന്നാണ്. അപ്പൊ അയാള് ആയിക്കോട്ടെ, അത് പറയാൻ ചെയ്യ, പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നർത്ഥം. ബാക്കിൽ എന്തുണ്ടാവുന്ന ആലോചിക്കായിട്ടാ. ഇതിൽ നിന്ന് വലിയ പാടുണ്ട്. എന്തൊരു കാര്യമാണെങ്കിലും ആര് നിർദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആയിക്കോട്ടെ കേട്ടോ എന്ന് പറയരുത്. ഇപ്പോ നമ്മളിപ്പോ നാട്ടിലെ സെക്രട്ടറിയോ പ്രസിഡന്റോ വലിയ കാര്യപ്പെട്ട ആളാവും. അപ്പൊ എന്താ പറയുക, ഇങ്ങനെ പ്രശ്നമുണ്ട്, ആയിക്കോട്ടെ എന്നാ എന്റെ കാര്യം അങ്ങനെ തന്നെ ആക്കാൻ നമുക്ക് കിട്ടോ എന്ന് പറയാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മറ്റോ വരും, അപ്പൊ എന്നോട് എന്റെ കാര്യം അങ്ങനെ ആക്കട്ടോ. അഥവാ ഇവർ രണ്ടാളും കൂടി ഒരു ദിവസം വന്നാലോ, രണ്ടാളും ഇയാളെ പിടിച്ച് ശരിയാക്കും. നിങ്ങൾ എന്ത് വർത്താനായി പറഞ്ഞു ചോദിച്ചു. ഒരാളോടൊരു വർത്താനം, അയാളോട് മറ്റേ വർത്താനം. അതെല്ലാം പറയേണ്ടത്. എന്താ പറയണ്ടത്? ആയിക്കോട്ടെ, ഞാൻ ഈ വിഷയം ഒന്ന് പഠിക്കട്ടെ കേട്ടോ, നിങ്ങൾക്കൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം, നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. നമുക്ക് പരിഹാരമില്ലാത്ത വിഷയം എന്താ? നിങ്ങൾ 2 ദിവസം എനിക്ക് സാവകാശം തരിട്ടോ. 2 ദിവസം നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ക്ഷമിച്ച് നിൽക്കണം. ഞാനത് പഠിച്ച് നിങ്ങളെ വിളിക്കും. അപ്പൊ നമ്പറും പേരൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അതൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാ, ഞാൻ വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ട് വിളിക്കുക 2 ദിവസം കഴിഞ്ഞിട്ടോ. ഞാൻ ഈ തിരക്കപ്പെട്ട് വിളിച്ചില്ലെങ്കിൽ മറ്റാളെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പൊ ഒരു വിഷയം നമുക്കും പിടുത്തം കിട്ടും. ഇത് വരുന്നവനോടൊക്കെ എന്റെ കാര്യം നോക്കട്ടോ, ഞാൻ ഏറ്റിട്ടോ, അതങ്ങനെ തന്നെ നമുക്ക് ചെയ്യണം എന്ന് പറയാൻ പാടില്ല. മനസ്സിലാണ്ടോ? ഇയാളെ ആബദ്ധത്തിലെ പെട്ടത്. കുട്ടിയെന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ചൂടെ? ആൾക്കാരെ മുഴുവൻ ഒരുമിച്ച് കൂടി, അഥവാ പാളി എന്തോ ബസ്സിന്ന് മേജിക് കേട്ടണായിരിക്കും, പാളിയ ആകെ പോളെ. മനസ്സിലായില്ലേ? മനസ്സിലായില്ല? അത് തിരിഞ്ഞോണ്ടേ കുടുങ്ങുകയും. അപ്പൊ അതൊക്കെ ഒന്ന് പരിസരമൊക്കെ ശ്രദ്ധിക്കണം. ഇയാൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. ആയിക്കോട്ടെ, ഞാൻ അടുത്തോളാം വെച്ചോളാണ്. ഇയാള് കുട്ടനെ കൊടുത്ത് അമ്പിൽ കയറ്റിയിട്ട് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞിട്ട് അമ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ എന്നെ അങ്ങോട്ട് എറിഞ്ഞോണ്ടി
കുട്ടി പറഞ്ഞു കൊടുത്താണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഖതൽതനി, എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും എന്ന് പറഞ്ഞു. ഞാനിപ്പോ നിങ്ങൾ പ്രശ്നം വിചാരിച്ച പ്രശ്നം തീരുമല്ലോ, ഞാനിപ്പോ നിങ്ങൾക്ക് വലിയ വിഷയം അതാണ്, തീർന്നോളുന്ന. അങ്ങനെ രാജാവ് പിറ്റേന്ന് വിളംബരം ചെയ്തു. ജനങ്ങളെ വിളിച്ചുകൂട്ടി ഒരു ഗ്രൗണ്ടിൽ, ഒരു ഭൂമിയിൽ, വിജന സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. കുട്ടിനെ പിടിച്ചിട്ട് കഴുകിന്റെ മുകളിൽ കയറ്റി. എന്നിട്ട് കുട്ടിയുടെ അമ്പിന്റെ കുറ്റിയിൽ നിന്നൊരു അമ്പിനെ എടുത്ത് ബെല്ലിന്റെ തലക്കങ്ങോട്ട് പിടിപ്പിച്ചു. പിന്നെ രാജാവ് ഇങ്ങനെ പറഞ്ഞു, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വില്ലിനെ, അമ്പിനെ അങ്ങോട്ട് എറിഞ്ഞു. വെച്ചു. ബിസ്മില്ലാഹി, ഈ ആളുകൾ കേൾക്കണീ പറയണത് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. ഇവർക്ക് ഇതുവരെ പറഞ്ഞ് പരിചയമില്ലാത്ത പേരുവാ പറയണത് കേട്ടോ. ഓർക്ക് ഇപ്പൊ അറിയാലോ എന്താ പറഞ്ഞത്. പിന്നെ അതിനങ്ങോട്ട് എറിഞ്ഞു. കുട്ടിയുടെ ചെന്നിയിൽ പോയിട്ട് അങ്ങോട്ട് അമ്പാണ് തറച്ചു. ഇവിടെ മർമ്മമായ സ്ഥലം, അങ്ങോട്ട് തറച്ചു. ആ തറച്ചേക്ക് എന്ത് ചെയ്തു, അങ്ങോട്ട് കൊണ്ടു. കുട്ടി ആ കൈ ഉടനെന്ത് ചെയ്യാ, സ്പോട്ടിൽ അവിടെ വെച്ചു. ഏതനോണ്ട് ഇപ്പൊ മാത്ത സ്പോട്ടിൽ മരിക്കുകയും ചെയ്തു. മർമ്മത്തുകൊണ്ടാ വേഗം മരിക്കുക. സംഗതി രാജാവ് വിചാരിച്ച് നടന്നു. പക്ഷെ ഇത് കണ്ടു നിൽക്കുന്ന ജനങ്ങൾ എന്താ കേട്ടത്? ഈ കുട്ടിയുടെ രക്ഷിതാവിന്റെ പേരുകൊണ്ട് വെച്ചപ്പോഴാണ്. ഇതിന്റെ മുമ്പത്തെ സംഭവം എല്ലാവർക്കും അറിയുന്നതാണല്ലോ, എല്ലാരും കേട്ടതാണ്. പർവ്വതത്തിന്റെ മുകളിൽ പോയതും കടലിലേക്ക് പോയതും ഒക്കെ അറിയാം. പക്ഷെ ഈ സമയത്ത് മാത്രമാണ് കൊല്ലാൻ കഴിഞ്ഞ. അപ്പൊ മനസ്സിലായി ഈ രാജാവ് അല്ലാത്തൊരു രാജാവ് മേലുണ്ട് എന്ന് ആളുകൾക്ക് പച്ചയായി ബോധ്യായി. അപ്പൊ ആളുകൾ മുഴുവനും എന്ത് പറഞ്ഞു? അപ്പൊ കാലന്നാസു, ഈ സംഭവം നടന്ന ആ മരുഭൂമിയിൽ വെച്ച് തന്നെ, ആ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പറഞ്ഞു. ജനങ്ങൾ എന്ത് പറഞ്ഞു? ആമന്നാ ബിറബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ രക്ഷിതാവാണ് ശരി. അതുകൊണ്ടാണ് നേരത്തെ മൃഗം ചത്തത്. അതുകൊണ്ടാണ് മലയുടെ മുകളിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ടത്. കപ്പലിൽ നിന്നും കുട്ടി രക്ഷപ്പെട്ടവരൊക്കെ മരിച്ചുപോയത്. ഇപ്പോ കുട്ടിയുടെ രക്ഷിതാവിന്റെ പേരുകൊണ്ടാണ്ട് വെച്ചപ്പോ എന്തായി ചെയ്തു? കുട്ടി മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യമായി ആ രക്ഷിതാവാണ് ശരി. അതുകൊണ്ട് ആ മന്നാബി റബ്ബിൽ ഗുലാം, ഞങ്ങളൊക്കെ ഈ കുട്ടിയുടെ രക്ഷിതാവായ അള്ളാഹുവെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രാജാവിനിപ്പം നേരത്തേക്കാളും എന്തായി? കോപം കൂടി. എന്തുകൊണ്ട്? ഇവിടെ 2 or 3 ആളുകൾ വരലെണ്ണാ മാത്രം ഇങ്ങനെ പരിവർത്തനം നടക്കണേ ഈ പണി നടക്കണേ. അപ്പൊ ഒരൊറ്റ മറിച്ചില്ല, നാട് മൊത്തം മറിഞ്ഞു. അപ്പൊ അയാൾ ഭയങ്കര ദേഷ്യായി. അയാൾ എന്ത് ചെയ്യും? വഴിയിലൊരു കുഴി കുത്താൻ തീരുമാനിച്ചു. വലിയ കിടങ്ങ് കീറുക. കിടങ്ങ് കീറുക. പിന്നെ രാജാവിന്റെ അരികിൽ വരപ്പെട്ടു. പലരും വന്ന് പറഞ്ഞു, എന്തിനങ്ങൾ ഈ പൊട്ടത്തരം ചെയ്യുന്ന? ഇപ്പൊ ജനങ്ങൾ മൊത്തം വിശ്വസിച്ചില്ലേ? ഇപ്പൊ നമ്മൾ പുറത്തായില്ലേ? ആരും പിൻബലമില്ലാതായില്ലേ? ഇനി അയാളോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ ഭയപ്പെട്ടിരുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരൂ. അത് വല്ലാഹി നസല ബിക ഹദറുക്ക്, നിങ്ങളെ ഭയപ്പാട് നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നു. നിങ്ങളെ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു, വന്നിരിക്കുന്ന അതൊരുക്ക നിങ്ങളെ പേടി. നിങ്ങൾ എന്താണോ ഇവിടെ പേടിച്ച അവിടെ സംഭവിച്ചിരിക്കുന്നു. ജനങ്ങൾ വിശ്വാസികളായി മാറും, എന്റെ ഭരണം പോകും എന്നൊക്കെയല്ലേ വിചാരിച്ചത്. അതോടെ നടന്നു കഴിഞ്ഞു. അത് ആമനന്നാസു, ജനങ്ങൾ മുഴുവനും ഇതാ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ ചർച്ചയായി. ഇനി എന്താ ജനങ്ങളെ മുഴുവൻ കൊല്ലന്നെ? വിശ്വസിക്കാൻ ആ വിശ്വാസമുള്ളവരൊക്കെ കൊല്ലാൻ തീരുമാനിച്ചു. അയാള് പറഞ്ഞു കിടങ്ങ് കീറണം. ആളുകൾ നടന്നു പോകുന്ന വഴിയില് കിടങ്ങ് കീറുക. എന്നിട്ട് എന്ത് ചെയ്യാം? വഴിയോരത്ത് അങ്ങനെ കിടങ്ങ് കീറപ്പെട്ടു. പോരാ, എന്താ പറഞ്ഞേ? തീയിനെ ആളിക്കത്തിക്കപ്പെട്ടു. അതില് തീയിനെ നിറക്കപ്പെട്ടു. ആളിക്കത്തുന്ന തീയായി മാറി.
എന്നിട്ട് വക്കാല രാജാവ് പറഞ്ഞു, ഇത് ആര് വന്നാലും ചോദിക്കാൻ എനിക്ക് ആ കുട്ടിയുടെ റബ്ബിലാണോ വിശ്വാസം, രാജാവിലാണോ വിശ്വാസം എന്ന്. രാജാവിലാണെന്ന് പറഞ്ഞാൽ ഇതേ പൊയ്ക്കോ എന്ന് പറയാം, കുട്ടിയുടെ റബ്ബിലാണ് പറഞ്ഞാൽ ഇതീക്കാണ് തള്ളിയിട്ടും ചെയ്തുകൊണ്ടു എന്നാണ്. അങ്ങനെ വന്ന വിശ്വാസികളെ മുഴുവനും ആ കുഴിയിലേക്ക് ഇങ്ങനെ തള്ളി മാറ്റാൻ തുടങ്ങി ോ. അതാ മല്ലം ദീനിഹി, അവന്റെ മതത്തെ തൊട്ട് മടങ്ങിയിട്ടില്ലെങ്കിൽ അവനെ ആ തീയിലേക്ക് അവനെ ഇട്ടുകൊള്ളൂ, ഇട്ട് എറിഞ്ഞുകൊള്ളൂ. ഔകീലലഹു, അല്ലെങ്കിൽ ഓനോട് പറയാ നീ തീയിലേക്ക് ചാടടാ എന്ന് പറയല്ലേ. ഓല് കുയ്യുകുത്തി അതില് തീ നിറച്ചു. എല്ലാം ഓരോ ആളുകളും വരും വിശ്വസിച്ചില്ലാറായിക്കാണ് തള്ളിടും, കത്തി കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ആളുകളെ മുഴുവൻ ശിക്ഷിക്കുന്നതിനേക്കാണ് ഒരു ചെറിയ പൈതലുമായി ഉമ്മ അങ്ങനെ നടന്നു വരും. ഉമ്മ ഈ വിശ്വസിച്ച കൂട്ടത്തിലുള്ളതാണ്. അപ്പോ ആ ഉമ്മ ഒരു പെണ്ണ് വന്നു, ആ പെണ്ണിന്റെ കൂടെയുണ്ട് സ്വബിയുല്ലഹ, ഒരു ചെറിയ ആൺകുട്ടിണ്ട്, കുട്ടിണ്ട് ട്ടോ. കുട്ടി ഉമ്മമാരെ സംബന്ധിച്ച് കുട്ടികൾ അങ്ങനെയാണ്, നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. നമ്മളിപ്പോ പെണ്ണൊക്കെ കെട്ടി കുട്ടികളൊക്കെ വലിയ ആൾക്കാരായിട്ടുണ്ടാവും. അപ്പൊ ഉമ്മാനെ 2ാം നമ്പർ 3ാം നമ്പറൊക്കെ നാക്കാൻ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. ഉമ്മാക്കെന്നും നമ്മൾ കുട്ടിയാണേ, കുട്ടിയെ വിളിക്കും. അങ്ങനെയാണ് എപ്പോ ചെന്നാലും ഉമ്മാരും കുട്ടിയെ ചായ വേണ്ടേ, കുട്ടിയെ വെള്ളം വേണ്ടേ എന്ന് ചോദിക്കും എപ്പോഴും. അത് ഉമ്മാക്കെന്നും നമ്മൾ കുട്ടിയാണേ. കാരണം അള്ളാഹു ജീവിച്ചിരിക്കണം ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള സുഹത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഖബറിൽ അകപ്പെട്ടവരുണ്ട്, അള്ളാഹു സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കട്ടെ, സന്തോഷിച്ച് കിടക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. അപ്പോ ഈ ഉമ്മ ചെറിയ കുട്ടീനെ എടുത്ത് ഇങ്ങനെ വരികയാണ്. ഉമ്മ ഭയപ്പെട്ടു, പേടിച്ചു. പഠിച്ചോനെ തീയ കത്തണത്, ഇക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല, എന്റെ പിഞ്ചു പൈതലിന് എന്തേലും പറ്റൂലേന്നാണ് കേട്ടോ. ഇവളും ഈ തീയിൽ വീഴുമെന്ന് ഉമ്മ ഭയപ്പെട്ടു, പേടിച്ചു. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ തൊട്ടില് മാറത്ത് പറ്റിക്കിടക്കണ കുട്ടി പറഞ്ഞു, ഉമ്മ പേടിക്കണ്ട, അങ്ങോട്ട് ചാടിക്കോളി, അത് തീയല്ല, നിങ്ങളാണ് ചാടിക്കോളി, സ്വർഗത്തുക ചാടുന്ന ചാടിക്കോളൂന്ന ഉണ്ടോ ഉണ്ടോ. ആ ഉമ്മയോട് ആ പിഞ്ചോര പൈതല് പറഞ്ഞു, യാ ഉമ്മാ, ഉമ്മേ ഇസ്ബിരി, നിങ്ങൾ ക്ഷമിച്ചോളൂ, നിങ്ങൾ ക്ഷമിച്ചോളൂ. നിങ്ങൾ സത്യം ഉൾക്കൊണ്ടവരാകുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. അപ്പൊ നിങ്ങൾ ചാടുമ്പോ തീയിക്കാൻ തോന്നും, സ്വർഗത്തിലേക്ക് നേരെ പോകാൻ അവസരമാണ് എന്ന്. ആ ഉമ്മ കുഞ്ഞുമായി അങ്ങോട്ട് ചാടുകയും ചെയ്തു എന്ന്. ഇവിടെ ക്ഷമയുടെ പാഠമാ പറഞ്ഞത്. ഒരുപാട് ആളുകൾ ക്ഷമിച്ച കഥയാ പറഞ്ഞത്, ഒരുപാട് ആളുകളെ ക്ഷമിച്ച കഥയാ പറഞ്ഞു. പ്രയാസം ദുനിയാവിലുണ്ടാവും, വിശ്വാസം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടത്. ഇത്ര ത്യാഗം ഒന്നും ഇപ്പൊ നമുക്ക് വന്നിട്ടില്ലല്ലോ. എന്നിട്ട് നമ്മളെ അല്ലേ, നമുക്കിപ്പോ എന്തെങ്കിലും ഒന്ന് വരുമ്പോ എനിക്കെന്തിനപ്പ ഇങ്ങനൊക്കെ തന്നെ അല്ലേ, നമുക്ക് തോന്നലപ്പോ അതാണ്, എനിക്കെന്തിനാ ഇങ്ങനൊക്കെ വന്നത്. ഒന്ന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞൂടെ. ഒരു കാലിന് കുഴപ്പമുണ്ടെങ്കിൽ അടുത്ത കാലിന് കുഴപ്പമില്ലല്ലോ, കയ്യിനും കുഴപ്പമില്ല, തലക്കും കുഴപ്പമില്ലല്ലോ. ഒന്ന് ആലോചിച്ച പ്രശ്നം തീർന്നു. എന്നാ ചികിത്സിക്കണ്ട, മരുന്ന് കുടിക്കണ്ട, ഡോക്ടറെ കാണിക്കണ്ട, ഇതൊന്നും നമ്മളെ വാദല്ല, അതൊക്കെ സുന്നത്താണ്. അതിനൊക്കെ പോകുമ്പോ സുന്നത്താണെന്ന് കരുതണം. ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചികിത്സിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാമ ചെയ്തിട്ടുണ്ട്, അന്നത്തെ ചികിത്സ അതാണ്. അപ്പൊ അത് ചെയ്യണം, സുന്നത്ത് തന്നെയാണ്. മാറിയിലൊക്കെ എന്തിനാ ഡോക്ടറെ കുറ്റം പറയണേ? അയാളെ തെറ്റാ നോക്കിയിട്ട് മനസ്സിലാവണ്ടേ, അത് പറയാൻ പാടില്ല. അയാളുടെ അറിവനുസരിച്ച് അയാൾ തരും, അതെല്ലാവർക്കും ആവില്ലേ. എല്ലാവർക്കും ആണെങ്കിൽ ഒരു കമ്പനി പോരെ, ഇവിടെ മരുന്നിന് ഒറ്റ കമ്പനി പോരെ, എന്തിനാ കുറെ കമ്പനി? ഓരോരോ ബോഡിയുടെ ഫിറ്റ്നസ് നോക്കിയിട്ട് അതിനനുസരിച്ച് എഴുതും, അതിന്റെ കേജി കുറച്ചും കൂട്ടിയൊക്കെ എഴുതും. എന്ന് വെച്ചിട്ട് അത് ഫലിക്കൂല. അതുകൊണ്ടാണ് നമ്മളെ ബഹുമാനപ്പെട്ട ശൈഖുനാ റഹിമഹുല്ലാ അവരിങ്ങനെ ഗുളിക കുടിക്കുമ്പോൾ തിക്കത്തം ബില്ല എന്ന് പറയും. അതായത് ഗുളികൾക്ക് ഒരു കഴിവില്ല, എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച് സബബ് തേടുകയാണ്. ഒരു കാരണമാണല്ലോ
ഇക്ക് ഭക്ഷണം പഠിച്ചോന്നേരം കൈയ്യട്ടിരിക്കാൻ പറ്റുമോ? പറ്റൂലേ. ഒരു വഴിക്ക് പോണം നമ്മള് പണിക്കേ. അപ്പൊ അതിലിങ്ങനെ ബർക്കത്തുണ്ടാവും, പൈസ കിട്ടും, അങ്ങനെ എന്താവും, ജീവിക്കാൻ കഴിയും. അതൊരു മാർഗാണ്, അതുണ്ടാവും. ഇനി ഇത് പോവാത്തവനും ജീവിക്കൂല, ഉണ്ടാവും. പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് ഭക്ഷണം തരും, അതെ അന്നത്തെ ഭക്ഷണം തീർന്നു, അടുത്ത് വേറെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവില്ലെന്നും നമ്മൾ പറയണില്ല. അപ്പൊ ഓരോരോ സബബുകളുണ്ട്. അപ്പൊ നമ്മളൊന്നും ചെയ്യണം, ദീനിന്റെ ഒരു വിഷയം വന്നിട്ട് അതൊരു വിഷം വന്ന് പറയാൻ പാടില്ല. എന്തേറ്റ് ഇന്നലെ നിസ്കരിച്ചാന്ന് ചോദിച്ചു, ഇന്നലെ പിക്ക് അങ്ങനെ ഊരോണ്ട് വെച്ച് ചെയ്ത് അപ്പൊ ഞാൻ നിസ്കരിച്ചണ്ട വെച്ചു. അത് നമ്മൾ നിസ്കരിക്കുമല്ലേ നോക്കിയതാണ്. ബൈക്കണവര് നിസ്കരിക്കാനല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. നിക്കാൻ വയ്ക്കുമെങ്കിൽ നിന്നാ മതി, നിക്കാൻ വയ്യെങ്കിൽ ഇരുന്നോ, ഇരിക്കാനും വയ്യ, കിടന്നോ, കിടക്കാനും വയ്യ, എന്നാ പിന്നെന്ത് ചെയ്യാ? കൈമ മരുന്നെടുക്കാൻ വയ്യ, ചെരിഞ്ഞെടുക്കാൻ വയ്യ, മരുന്നെടുക്കണം. മരുന്നെടുത്തിട്ട് അനങ്ങാൻ വയ്യ, എന്ത് ചെയ്യണം? കൺപോളകളെ കൊണ്ട് ആംഗ്യം കാണിക്കണം. ആടാനും അനങ്ങാനും ഒന്നും വയ്യാതെ നിൽക്കുക, കണ്ണ് പോലും അനങ്ങണില്ല നിൽക്കുക. ബുദ്ധിയാണ് ഉണ്ടേന്. എന്നല്ലേ സ്കരിക്കുകയാണെന്ന് ഇങ്ങനെ വിചാരിക്കണം. പ്രശ്നത്തിന് പരിഹാരമില്ല. എന്തിനെ നമ്മൾ എന്താവണം? ഉപേക്ഷിക്കണേന്നാ. ഇനിയിപ്പോ നിങ്ങൾ കേട്ടോളി, നിന്ന് സ്കരിക്കാൻ വയ്യാന്ന് വെക്കുക. ബെയ്ക്കണോർക്കും ഇരുന്ന് സ്കരിക്കാം. ഫർളല്ല ടൈം പറയണത്, നിസ്കാരത്തെ മൊത്തം നിസ്കാരത്തിന്റെ വിഷയം പറയണത്. ഇപ്പൊ ലോഹറിന്റെ പള്ളി കയറി 2 റക്അത്ത് സുന്നത്ത് സ്കരിക്കാണ്, നിൽക്കാൻ വയ്ക്കുമെങ്കിൽ ഓൻ ഇരുന്ന് സ്കരിക്കുക, കുഴപ്പമൊന്നുമില്ല. നേരെ പക്ഷെ ഒരാൾക്ക് നിൽക്കാൻ വയ്യ, എന്നാ അയാൾ ഇരുന്ന് സ്കരിച്ചു വെക്കുക. അല്ലെ ഒരാൾക്ക് ഇരിക്കാൻ വയ്യ, കിടന്നതാണ് നിസ്കരിക്കണേ, എന്നാ അയാൾക്ക് പൂർണ്ണമായ കൂലിയാണ്. ഞാൻ ഇപ്പൊ നിന്ന് നിസ്കരിക്കുന്നു, ഒരാൾ ഇരുന്ന് നിസ്കരിക്കുന്നു, അയാൾക്ക് എനിക്കൊരു കൂലിയാണ്. കാരണം അയാൾക്ക് നിൽക്കാൻ വയ്യ, കൂലിയിലൊരു കുറവില്ല. നേരെ കുറച്ച് ബൈക്കണ ഒരാൾ വന്ന് കണ്ടി ഇരുന്ന് നിസ്കരിക്കുക, പകുതിയെ കൂലിയിട്ടുള്ളൂ. നമ്മൾ എന്തിനാ പിന്നെ കുറക്കണത്? ഇപ്പൊ തറാവിയൊക്കെയാണ് വരുന്നത്. 10-20 റക്അത്ത് ഒന്നിച്ച് നിന്ന് നിസ്കരിക്കാൻ പറ്റും. ഇന്ന് എന്ത് ചെയ്യണം? 10 റക്അത്ത് നിന്ന് നിസ്കരിക്കാൻ പറ്റും, ബാക്കി 10 റക്അത്ത് ഇരുന്ന് നിസ്കരിക്കണം. ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എപ്പോഴും നമ്മള് ക്ഷമ പാലിക്കുന്നവരായിരിക്കണം. ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളായിരിക്കും, എങ്ങനെ ഉണ്ടാവും. വെറുതെ ഇട്ടല്ലേ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വെറുതാണ് സ്വർഗത്ത് കടക്കുന്നേറ്റ വിചാരിക്കണ്ടോ? മുസ്ലിം. അപ്പോ ക്ഷമയെ കുറിച്ചാ പറഞ്ഞത്. ഇനി ഹദീസിന്റെ വാചകങ്ങളെ കുറിച്ചാണ് റെഡി പറയുന്നുണ്ടോ? ദിർബത്തുൽ ജബൽ പറഞ്ഞു പോയതാ. ദിർബത്തുൽ ജബൽ തിരുനെറ്റി, ഏറ്റവും മുകളിലുള്ള ഭാഗത്തിനാണ് പറയാ. ദിർബത്ത് നബി കസ്രിൽ ദാൽ മുഅ്ജമത്തി വളമിയ ദുർബത്ത് എന്ന് പറയലുണ്ട് എന്ന്. വൽ ഖുർഖൂർ ബിളമിൽ ഖാഫൈനി, ഖുർഖൂർ 2 കാഫുണ്ട്. നൗഉം മിനസ് സുഫ്നി, കപ്പലിന്റെ ഒരു പ്രത്യേക ഇനം, നീളമുള്ള കപ്പൽ എന്നാണ് ഇസ്ലാമിലൊക്കെ കാണിക്കുന്നത്. വസ്സഈദു ഹുന അൽ അർദുൽ ബാരിസ, മരുഭൂമി എന്നല്ല, വിജനമായ ഗ്രൗണ്ട് എന്ന് ഞാൻ അർത്ഥം പറഞ്ഞു. മരുഭൂമി പറഞ്ഞ ഏക്കർ കണക്കിന് വേണ്ടേന്ന് ചോദിക്കും. മരുഭൂമി പറയുമ്പോ നമുക്ക് വേഗം അതാ ഓടും. വിജന സ്ഥലം എന്നേ അർത്ഥമുള്ളൂ. ഭൂമിയിലുള്ള കിടങ്ങുകൾക്കാണ് പറയുന്നത്. കണ്ടോ, ചെറിയ പുഴകളും തോടുകളൊക്കെ ഉള്ള മാതിരി വെട്ടി കീറിയിട്ടുണ്ടാക്കുക. കത്തിക്കപ്പെടുക. എവിടെ ആ കപ്പൽ പൊട്ടിയോടുത്ത് പറഞ്ഞു, അത് പിന്നെ മറിഞ്ഞു വീണു, പൊട്ടിപ്പോയി, ചിതറിപ്പോയി. ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞല്ലോ, കുട്ടിയുമായി അതിൽ വീഴുവോന്ന് പേടിച്ചല്ലോ. അവരെ പേടിച്ചു നിന്നുപോയി എന്നാണ്. വാചകങ്ങളുടെ അർത്ഥങ്ങളൊന്നും കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ നിൽക്കട്ടെ. കുറച്ച് പിക്കവും പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലേ, നടന്നോട്ടല്ലേ.